കൂട്ടുകാരെ, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായ? ഈ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ഈ ഒരു സംഭവം, ഈ ഇല ഇതെന്തോന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിക്ക് നിറയെ നിൽക്കണേ. മനസ്സിലായ കൂട്ടുകാരെ? എന്ത് മണം! ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല മണമാണേ. ഇത് നമ്മുടെ പുതിനയാണേ, പുതിന എന്ന് പറയും. ഇത് നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിക്ക് ഇങ്ങനെ നിൽക്കും. പെട്ടെന്നായിരിക്കും വാടി പോണത്. ഒരു ജീവി വന്നിട്ട് ഇതിൻ്റെ നീരൂറ്റി കുടിക്കണതാണ്. കണ്ട, ഇവിടെ വെച്ചിട്ട് കറുത്തങ്ങ് പോകും. എന്നിട്ട് ഈ ചെടി നമ്മളതിന് പാടെ അങ്ങ് നശിച്ചു പോകും. അങ്ങനെയാണ് നമ്മളതിന് പുതിന നഷ്ടപ്പെട്ടു പോണത്. എന്താ, നമ്മളിത്തിരി ഒന്ന് മനസ്സ് വെച്ചാൽ പുതിന നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാമേ. ഒരുപാട് നാളുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് കട്ടൻ കാപ്പി ഇടാനും സലാഡിനും എല്ലാത്തിനും ഉപയോഗിക്കാം. പക്ഷേ ഈ ജീവി വന്ന് ഇത് കണ്ടുപോയാൽ നമുക്ക് ഈ പ്ലാന്റ്സ് പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ വേരോട് കൂടിയുള്ള ഇതിൽ നിന്നെല്ലാം നിറയെ കാണാൻ പറ്റണം വേര് വരും. ഇതിൽ നിന്ന് തൈയായിട്ട് വരും. അതിന് ഇളക്കി കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വേറെ പിടിപ്പിക്കുകയാണ് ചെയ്യണത്. വേറെ പിടിപ്പിച്ച് ഞാൻ വയ്ക്കും. ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഇളക്കിയെടുത്താൽ തന്നെ വേരോടുകൂടി കിട്ടും. ഇത് നമുക്ക് മാറ്റി വെച്ചാൽ പിടിച്ച് കിട്ടും. വേരില്ലെങ്കിലും ഇത് പിടിക്കും. തണ്ടിൽ നിന്ന് തന്നെ നല്ല ഇതായിട്ട് വന്നിട്ട് നമുക്ക് പിടിച്ച് കിട്ടണമുണ്ട്. നല്ല കിട്ടും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിനെ നമ്മൾ മദർ പ്ലാന്റ് നന്നായിട്ട് നിൽക്കുമ്പോൾ തന്നെ മാറ്റി വെച്ച് പിടിപ്പിക്കണം. ഞാൻ അങ്ങനെ മാറ്റി പിടിപ്പിച്ച് വെച്ചേക്കണേ. അഥവാ ഇതങ്ങ് നമ്മളെ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് വേറെ എന്തൊന്നും പച്ചക്കറിയിലും ചെടികളായാലും ഇങ്ങനെയാണ് ചെയ്യണത്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ മാറ്റി. ഇതിനെ നമുക്ക് വേറെ പോട്ടിലോട്ടാക്കിയാൽ പെട്ടെന്ന് ചട്ടി നല്ല ഫ്രഷായിട്ട് നിറഞ്ഞു വരും. എന്നിട്ട് നല്ല വളർന്ന് നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് നിൽക്കണേ ഈ പ്ലാന്റ്. അതുകൊണ്ട് പുതിന ഇങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്ന, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ, വാങ്ങിച്ചുകൊണ്ട് വരുമ്പം വെള്ളത്തിട്ട് വെച്ചാലും ഒരു വേര് വരുന്നുണ്ട്. അല്ലാതെ വച്ചും പിടിപ്പിക്കും. വേര് പിടിച്ച് കിട്ടാൻ നമുക്കിത് പാടാണ്. ഒരെണ്ണം മൂട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമുക്കിതുപോലെ വേരോടുകൂടിയുള്ള നിറയെ വേര് വരും. ഇതിലൊക്കെ നോക്കി അറിയാണ്ട എല്ലാത്തിലും ഇങ്ങനെ വേരോട് വരും. ആ വേരോട് കൂടിയുള്ള ഭാഗം നമ്മൾ മാറ്റി വെച്ച് പിടിപ്പിക്കണം. അപ്പം നമുക്ക് വീണ്ടും പുതിന നമ്മളെ നഷ്ടപ്പെട്ടു പോകില്ല. നമുക്കെന്നും കാണും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും മറക്കല്ലേ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.